ഇന്നത്തെ ഹിന്ദുവിൽ മുംബൈയിൽ NG ആചാര്യ കോളേജിൽ ഹിജാബ് ബാൻ ചെയ്ത ചട്ടം സുപ്രീം കോടതി റദ്ദാക്കി എന്ന വാർത്തയുണ്ട്. 3 മുസ്ലിം സ്ത്രീകളുടെ ഹർജിയിലാണ് വിധി വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ 2022 കർണാടകയിൽ ഹിജാബ് ബാൻ കേസിൽ ജസ്റ്റിസ് ദുലിയ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നു. ആർ വി മേക്കിംഗ് ഹർ ലൈഫ് എനി ബെറ്റർ? നമുക്കിങ്ങനെ പറയാം, റൂറൽ അല്ലെങ്കിൽ സെമി റൂറൽ ഏരിയയിലൊക്കെ ജീവിക്കുന്ന പെൺകുട്ടികൾ എന്തൊക്കെ കടമ്പകൾ കടന്നിട്ടാണ് പഠിക്കാനെത്തുന്നത്. വീട്ടുജോലികൾ, പൊതുബോധം ഉൾപ്പെടെയുള്ള ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് അവരെത്തുന്നത്. നമ്മൾ ആ പെൺകുട്ടിയുടെ ജീവിതം ഏതെങ്കിലും തരത്തിൽ ബെറ്റർ ആക്കുന്നുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിലും കോളേജിലും എത്തുന്നവരോട് വസ്ത്രത്തിൻ്റെ പേരിൽ പടിക്ക് പുറത്ത് നിർത്തി അവരെ മടക്കി അയക്കുന്നത് കൊണ്ട് എന്ത് സൗകര്യമാണ് നമ്മൾ അവരോട് ചെയ്യുന്നത്? നിലവിൽ മുംബൈയിലെ കോളേജ് ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള ചട്ടം കൊണ്ടുവന്നത് മതം ആരും പുറത്തു പറയാതെയും അതുമായി ബന്ധപ്പെട്ട ഒന്നും പ്രകടിപ്പിക്കാതിരിക്കാനുമാണ് എന്നാണ് കോളേജ് പറയുന്നത്. സുപ്രീം കോടതി ഈ സാഹചര്യത്തിൽ അവരോട് ചോദിച്ചു, അവരുടെ പേരപ്പോൾ മതം വെളിപ്പെടുത്തുന്ന രീതിയിലാവില്ലേ? നിങ്ങളുടെ പേരിന് പകരം അവർക്ക് നമ്പർ കൊടുക്കുമോ എന്നാണ്. നെറ്റിയിൽ തിലകം ചാർത്തിയവരെ നിങ്ങൾ പ്രവേശനം വിലക്കുമോ എന്നും കോളേജിൽ വരുന്ന സ്ത്രീകൾ എന്ത് ധരിക്കണമെന്ന് അവരോട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്ത് തരം സ്ത്രീ ശാക്തീകരണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും കോടതി ഇവരോട് ചോദിക്കുന്നുണ്ട്. ഈ മുസ്ലിം സ്ത്രീകൾക്ക് ഇപ്പോൾ സുപ്രീം കോടതി വരെ വരേണ്ടി വന്നിട്ടുണ്ട്. മുംബൈയിലെ ഒരു കോളേജിൽ നിന്ന് അവിടുത്തെ കുട്ടികൾ ഹിജാബ് ധരിച്ച് പഠനം നടത്താനായിട്ട് അനുവാദം ചോദിച്ച് ബോംബെ ഹൈക്കോടതിയിൽ പോകുന്നു. ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് പരിഹാരം കിട്ടാതെ ഒടുക്കം അവർക്ക് സുപ്രീം കോടതിയിൽ വരേണ്ടി വന്നു. ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല ഇത്. ഇത് കൃത്യമായി മുസ്ലിം കുട്ടികളെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പുറത്തേക്ക് കളയാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമമാണ്. സംഘപരിവാർ ഇത് സംഘടിതമായി രാജ്യത്തിൻ്റെ പലയിടത്തും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. കർണാടകയിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വിദ്യാഭ്യാസം നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുമ്പോൾ ഹിജാബ് പ്രശ്നബാധിതമാകരുത്. പൊട്ടും സിന്ദൂരവും കാവിയും ഒന്നും ഒഴിവാകാത്ത ഇടത്ത് തലയിൽ തട്ടമിട്ട് വരുന്നവരെ മാത്രം ഒഴിവാകുമ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട്. കർണാടകയിൽ ഹിജാബ് ബാൻ ചെയ്ത സമയത്തെ കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോഴും കെട്ടിക്കിടപ്പുണ്ട്. 2022 സുപ്രീം കോടതി സ്പ്ലിറ്റ് വെർഡിക്റ്റാണ് അന്ന് പുറപ്പെടുവിച്ചത്. അന്നത്തെ വിധിയിൽ ജസ്റ്റിസ് ദുലിയ പറഞ്ഞത് ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരുന്നത് ആത്യന്തികമായി ചോയ്സുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണെന്നാണ്. ഇന്ത്യക്കാർ ഒരേ മതവും സംസ്കാരവും വസ്ത്രവും ആചാരവും ഭാഷയും ഒന്നും പാലിക്കുന്നവരല്ല. അവർ അതിസങ്കീർണമാം വിധം വൈവിധ്യമാണ്. ഒന്നിനെയും അടിച്ചമർത്തി ഒരു യൂണിഫിക്കേഷൻ നമുക്ക് സാധ്യമല്ല. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ മുദ്രാവാക്യം.